ജമ്മു കശ്മീരിൽ പിൻവാതിലിലൂടെ ബി.ജെ.പി. അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഹസ്രത്ത് ബല്ലിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ബി.ജെ.പിക്കെതിരെ ഗുരുതരമായ ആരോപണം ഒമർ അബ്ദുള്ള ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നാഷണൽ കോൺഫറൻസ് എന്ന തൻ്റെ പാർട്ടിയിലെ എം.എൽ.എമാരെ കോടികൾ കൊടുത്തു വാങ്ങാൻ ബി.ജെ.പി. ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. ഓരോ എം.എൽ.എമാർക്കും 20 മുതൽ 30 കോടി വരെ വാഗ്ദാനം ചെയ്തുവത്രേ. മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി പദവിയും അതോടൊപ്പം തന്നെ സംസ്ഥാനം, അതായത് ജമ്മു കാശ്മീരിനെ ഉടൻ തന്നെ പൂർണ്ണ സംസ്ഥാന പദവിയിലേക്ക് എത്തിക്കാം എന്ന ഒരു ഉറപ്പും ഈ എം.എൽ.എമാർക്ക് ബി.ജെ.പി. നൽകിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ എം.എൽ.എമാരാരും ഈ ഒരു മോഹന വാഗ്ദാനത്തിന് പിന്നിൽ വീണില്ല. എം.എൽ.എമാർ സ്വയം വിൽപ്പന ചരക്കായി മാറിയില്ല. എം.എൽ.എമാരിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഒരൊറ്റ എം.എൽ.എമാർ പോലും 20-30 കോടിയോ പോയിട്ട് അല്ലെങ്കിൽ 100 കോടി വരെ കൊടുത്താലും ബി.ജെ.പിക്കൊപ്പം പോകില്ല എന്ന് ഉമർ അബ്ദുള്ള പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നീക്കം, ബി.ജെ.പിയുടെ ഈ നീക്കം പരാജയപ്പെട്ടതായും അവരിപ്പോൾ നാഷണൽ കോൺഫറൻസിനെ പിളർത്താൻ ശ്രമിക്കുന്നതുമായിട്ടാണ് ഒമർ അബ്ദുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 20 കോടി മുതൽ 30 കോടി രൂപ വരെ നൽകി എം.എൽ.എമാരെ വിലയ്ക്ക് വാങ്ങിയാൽ ബി.ജെ.പിക്ക് ജമ്മു കശ്മീരിൽ അധികാരത്തിലെത്താൻ സാധിക്കുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വൻ നേട്ടമാണ്, അതായത് ഇതുവരെ ഉണ്ടാകാത്ത നേട്ടമാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായത്. 29 എം.എൽ.എമാരാണ് ബി.ജെ.പിയുടേതായി ജയിച്ചു വന്നത് ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനത്ത് എന്നോർക്കണം. ജമ്മു കാശ്മീരിൽ ഇതുവരെ ഇത്രയധികം അല്ലെങ്കിൽ ഇത്ര വലിയ ജയം നേടാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. ജമ്മു കാശ്മീരിൽ ബി.ജെ.പിക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടായിരുന്ന പാർട്ടിയല്ല. PDP-യുമൊത്ത് ഒരു സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കിയതൊഴിച്ചാൽ അതിനു മുമ്പ് ബി.ജെ.പിക്ക് ജമ്മു കാശ്മീരിൽ ഒരു രാഷ്ട്രീയ മേൽവിലാസമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 29 എം.എൽ.എമാരുണ്ട്. ആ 29 എം.എൽ.എമാർ ഉള്ളത് കൊണ്ട് തന്നെ ജമ്മു കാശ്മീർ നിയമസഭയിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ജമ്മു കാശ്മീർ നിയമസഭയ്ക്കകത്ത് രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങളോ പ്രമേയങ്ങളോ ഒന്നും ഏകപക്ഷീയമായി പാസാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള പല രാഷ്ട്രീയ വ്യത്യാസങ്ങളും ഇപ്പോൾ 29 ബി.ജെ.പി. എം.എൽ.എമാർ വന്നതോടുകൂടി ജമ്മു കാശ്മീർ നിയമസഭയിൽ ഉണ്ടായി. എന്നാലും ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മേൽക്കൈ അത് നാഷണൽ കോൺഫറൻസിന് തന്നെയാണ് ലഭിച്ചത്. ജമ്മു കാശ്മീർ അസംബ്ലിയിലെ സീറ്റ് നില പരിശോധിച്ചാൽ 95 അംഗ നിയമസഭയിൽ 52 അംഗങ്ങളുടെ പിന്തുണ ഇപ്പോൾ നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനുണ്ട്. 48 പേരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 41 അംഗങ്ങൾ നാഷണൽ കോൺഫറൻസിന്റെയും 6 അംഗങ്ങൾ കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഒരു CPM MLA-യും അതുപോലെ തന്നെ 4 സ്വതന്ത്ര MLA-മാരും ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ 95 അംഗ നിയമസഭയിൽ 52 MLA-മാർ ഭരണപക്ഷത്തുണ്ട്. അതേസമയം മുഖ്യ പ്രതിപക്ഷമായ ബി.ജെ.പിക്ക് 29 അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. വേറെയും മറ്റു ചില പാർട്ടികൾക്ക് അംഗങ്ങൾ ഉണ്ടെങ്കിലും MLA-മാർ ഉണ്ടെങ്കിലും അവർ ബി.ജെ.പിയോടൊപ്പം ചേരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ബി.ജെ.പി. നാഷണൽ കോൺഫറൻസിനെ പിളർത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതായത് 29 MLA-മാരുള്ള ബി.ജെ.പിക്ക് 20 MLA-മാരെ കൂടി അധികമായി ലഭിച്ചാൽ മാത്രമേ ബി.ജെ.പിക്ക് ഭരണം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ, സർക്കാർ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. 41 അംഗങ്ങളുള്ള നാഷണൽ കോൺഫറൻസിൽ നിന്നും 20 MLA-മാർ ബി.ജെ.പിയിലേക്ക് വന്നാൽ തീർച്ചയായും അവർ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാകും. അതുകൊണ്ട് തന്നെ അവർക്ക് ബി.ജെ.പിക്ക് പുതിയൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ 20 MLA-മാർക്ക് ബി.ജെ.പി. MLA-മാരായി അല്ലെങ്കിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി വീണ്ടും മത്സരിച്ചാൽ വിജയം ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കത്തിന് 20 MLA-മാരെ മാത്രം വച്ചൊരു നീക്കത്തിന് ബി.ജെ.പി. ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നാഷണൽ കോൺഫറൻസിന്റെ നേതാവും മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള ആരോപിച്ചതനുസരിച്ച് ബി.ജെ.പി. അങ്ങനെയൊരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും 20 MLA-മാരല്ല, 2 MLA-മാരെങ്കിലും ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ മറുഭാഗത്തേക്ക് വന്നാൽ മാത്രമേ അവിടെ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരാതിരിക്കുകയുള്ളൂ. അതായത് 41 അംഗങ്ങളുള്ള നാഷണൽ കോൺഫറൻസിൽ നിന്നും കുറഞ്ഞത് 28 MLA-മാരെങ്കിലും ബി.ജെ.പിയിലേക്ക് വരാൻ തയ്യാറാകണം. അങ്ങനെ വന്നാൽ തീർച്ചയായും ബി.ജെ.പിക്ക് അവിടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും 20 മുതൽ 30 കോടി വരെ കൊടുത്ത് MLA-മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന ആരോപണം ശരിയാണെങ്കിൽ
തീർച്ചയായും BJP അത്തരത്തിലൊരു നീക്കം കശ്മീരിൽ നടത്താൻ ശ്രമിച്ചിരുന്നു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം BJP നടത്തുന്നുണ്ടെങ്കിൽ ഈ 28 MLA-മാരെ കേന്ദ്രീകരിച്ചാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും അങ്ങനെ ഒരു നീക്കം വിജയിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ BJP പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണെന്നും ഇപ്പോൾ BJP നാഷണൽ കോൺഫറൻസ് പിളർത്താൻ ശ്രമിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള ആരോപിക്കുന്നത്. മാത്രമല്ല ഒമർ അബ്ദുള്ള സംസ്ഥാനത്തിന് പൂർണ്ണ സംസ്ഥാന ബഹുമതി അല്ലെങ്കിൽ പൂർണ്ണ സംസ്ഥാന പദവി നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അതിവേഗം തീരുമാനമെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അല്ല എങ്കിൽ പ്രത്യക്ഷമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കും എന്നും ഒമർ അബ്ദുള്ള പറയുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ ലഡാക്കിലെ ജനങ്ങളുമായി നേരിട്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ജമ്മു കശ്മീർ ജനങ്ങളുമായി വിഷയത്തിൽ ചർച്ച നടത്തുന്നില്ല. ഇതാണ് ഒമർ അബ്ദുള്ള ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് 2019-ൽ ജമ്മു കശ്മീരിനെ 2 സംസ്ഥാനങ്ങളായി വിഭജിച്ചിരുന്നു. അതിലൊന്ന് കേന്ദ്രഭരണ പ്രദേശമാണ്, ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശമാണ്. ജമ്മു കശ്മീരും കേന്ദ്രത്തിന്റെ ഭരണ പ്രദേശം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു സർക്കാർ ഉണ്ടാകും. പൂർണ്ണമായ സംസ്ഥാന പദവി ഇതുവരെ നൽകിയിട്ടില്ല. ഇങ്ങനെ 2 സംസ്ഥാനങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പക്ഷേ ലഡാക്കിലും പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവിടെ ചില പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അവരോട് ആ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നില്ല. കേന്ദ്ര സർക്കാർ ലഡാക്കിലെ വിവിധ ഗ്രൂപ്പുകളുമായി ചർച്ചകൾ നിരന്തരം നടത്തി വരികയുമാണ്. പക്ഷേ ജമ്മു കാശ്മീരിൽ ജനങ്ങളിൽ നിന്നുള്ള ഈ ആവശ്യത്തെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും അതിനെതിരെ പ്രത്യക്ഷമായ സമരമുണ്ടാകും എന്നുമാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. 2019-ലാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള ഭരണഘടനയുടെ 370-ാം വകുപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കുന്നത്. അതിനുശേഷമാണ് ജമ്മു കശ്മീരിനെ 2ആയി വിഭജിക്കുക, ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്തുക, ജമ്മു കാശ്മീരിനെ സംസ്ഥാനത്ത് നിയമസഭയുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുക. ഇതാണ് സംസ്ഥാനത്ത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം 2019-ൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വലിയ മാറ്റം. ഈ മാറ്റം വലിയ രീതിയിൽ പ്രയോജനം ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ജമ്മു കാശ്മീർ ഒരു സാധാരണ സംസ്ഥാനത്ത് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാൻ സാധിച്ചു. ജനജീവിതം സാധാരണഗതിയിലേക്ക് മടങ്ങാൻ ഈ ഒരു പരിഷ്കാരം കൊണ്ട് സാധ്യമായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ 2019-ൽ കേന്ദ്രഭരണ പ്രദേശമായി മാറിയ സംസ്ഥാനത്ത് പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു. പക്ഷേ പൂർണ്ണമായും ഒരു സംസ്ഥാന പദവിയിലേക്ക് ജമ്മു കാശ്മീർ മാറിയിട്ടില്ല. അങ്ങനെ പൂർണ്ണമായും ഒരു സംസ്ഥാന പദവി വേണം എന്നാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും ജനങ്ങളുടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് കൃത്യമായും സുപ്രീം കോടതി അടക്കം എന്ന് ഈ സംസ്ഥാന പദവി നൽകാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു ഓപ്പറേഷനാണ് നടന്നിട്ടുള്ളത്. അവിടെ നിന്നും ഭീകര സംഘടനകളെയും മറ്റും തുരത്തുകയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. അത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ഭീകര സംഘടനകളുടെ ചില സാന്നിധ്യം ഈ തീവ്ര വനമേഖലകളിലടക്കമുണ്ട്. അതുകൂടി തുടച്ചു നീക്കേണ്ടതുണ്ട്. അനുകൂലമായ സാഹചര്യം വന്നാൽ സംസ്ഥാന പദവി പൂർണ്ണമായും തിരിച്ചു നൽകും എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഭരണഘടനയുടെ 370-ാം വകുപ്പ് വളരെ ശാശ്വതമായി തന്നെ എടുത്തു കളഞ്ഞതാണ്. മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ ജമ്മു കാശ്മീരിനെയും മാറ്റുക എന്നുള്ളതാണ് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം. അതിലേക്ക് ഏതാണ്ട് കേന്ദ്ര സർക്കാർ അടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒമർ അബ്ദുള്ളയുടെ ഈ ആരോപണത്തെ കാണേണ്ടത്. BJP ഇത്തരത്തിലൊരു ശ്രമം നടത്തുന്നു എന്ന ഒരു ആരോപണം ഉണ്ടായാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണമാണ് എന്നറിയില്ല. പക്ഷെ ആരോപണം ശരിയാവണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ വരേണ്ടത്. 20 MLA-മാർ മാത്രം വന്നാൽ പോരാ, നാഷണൽ കോൺഫറൻസിൽ വലിയ പിളർപ്പുണ്ടാകും അങ്ങനെയാണ് എങ്കിൽ.